ഹലോ, വെൽക്കം ടു ഓൾ. എല്ലാവർക്കും പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ഹെമറ്റോളജി ആൻഡ് ക്ലിനിക്കൽ പത്തോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് എന്താണ് ആൻറ്റികോയാഗുലൻസ് എന്നാണ്. ആൻറ്റികോയാഗുലൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ബ്ലഡ് എടുക്കുന്ന സമയത്ത് ആഡ് ചെയ്യുന്നത് പൗഡർ ഫോമിലോ ലിക്വിഡ് ഫോമിലോ ഉള്ള സൊല്യൂഷനെയോ പൗഡറിനെയോ ആണ് നമ്മൾ ആൻറ്റികോയാഗുലൻ്റ് എന്ന് പറയുന്നത്. ഈ ആൻറ്റികോയാഗുലൻ്റ് ചെയ്യുന്നത് ബ്ലഡിലെ ആൻറ്റി ത്രോംബിൻ ആക്ഷനാണ്. അതായത് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള ഫങ്ഷനാണ് ഈ ആൻറ്റികോയാഗുലൻസ് ചെയ്യുന്നത്. ഒരു ആൻറ്റികോയാഗുലൻ്റ് മാത്രമല്ല ഉള്ളത്, ഒരുപാട് ആൻറ്റികോയാഗുലൻസ് ഉണ്ട്. ഓരോന്നിനും സെപ്പറേറ്റ്, ഓരോ സ്പെഷ്യൽ ടെസ്റ്റിനൊക്കെ സെപ്പറേറ്റ് ആൻറ്റികോയാഗുലൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണതെന്ന് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൻറ്റികോയാഗുലൻ്റ് എന്ന് പറയുന്നത് EDTA ആണ്. EDTA നമ്മൾ ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ ആയാലും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആയാലും ടോട്ടൽ കൗണ്ട് ആയാലും ഡിഫറൻഷ്യൽ ലൂക്കോസൈറ്റ് കൗണ്ട് ആയാലും എല്ലാം നമ്മൾ EDTA സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ എത്ര ടൈപ്പ് ആൻറ്റികോയാഗുലൻ്റ് ഉണ്ട്, അവരുടെ യൂസ് എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ആൻറ്റികോയാഗുലൻസ്. ഫസ്റ്റ് പോയിൻ്റ്, ആൻറ്റികോയാഗുലൻസ് ഈസ് എ കെമിക്കൽ എയ്തർ ഇൻ ക്രിസ്റ്റൽ ഫോം ഓർ എ ലിക്വിഡ് ഫോം. ആൻറ്റികോയാഗുലൻസ് എന്നാണ് നമ്മൾ ക്ലോട്ടിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്നതാണ്. ഇത് ഒരു കെമിക്കൽ ഫോമാണ്. ഓക്കെ, ഇത് ക്രിസ്റ്റൽ ഫോമിൽ, അതായത് ക്രിസ്റ്റൽസിൻ്റെ ഫോമിൽസിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലും കാണാം. നമ്മൾ പൗഡർ ഫോമിലുള്ള EDTA കണ്ടിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇറ്റ് ആഡഡ് ടു ഓൾ ബ്ലഡ് പ്രിവെൻറ്റ് ദ ബ്ലഡ് ഫ്രം ക്ലോട്ടിങ്. ഇത് ഓൾ ബ്ലഡിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ബ്ലഡ് എടുക്കുന്ന സമയത്ത് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. രക്തം കട്ട പിടിക്കുന്നതിൽ നിന്നും ബ്ലഡിനെ തടയാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിൻ്റ്, മോസ്റ്റ് ഓഫ് ദ ആൻറ്റികോയാഗുലൻ്റ് റിമൂവ്സ് കാൽസ്യം ഫ്രം ദ ബ്ലഡ് വിച്ച് ഈസ് വൺ ഫാക്ടർ റിക്വയേഴ്സ് ഇൻ ദ കോയാഗുലേഷൻ പ്രോസസ്. മോസ്റ്റ് ഓഫ് ദ ആൻറ്റികോയാഗുലൻ്റ് റിമൂവ്സ് കാൽസ്യം. അതായത് ഒരുപാട് ആൻറ്റികോയാഗുലൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ ആൻറ്റികോയാഗുലൻസിൽ മേജർ ടൈപ്സും കാൽസ്യത്തിനെ ബ്ലഡിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബ്ലഡ് എടുക്കുന്ന സമയത്ത് കാൽസ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലോട്ടിങ് ഫാക്ടറാണ്. ഇത് കാണുന്നത് നമ്മൾ ലിക്വിഡ് പോർഷനായ പ്ലാസ്മയിൽ, ബ്ലഡിലെ ലിക്വിഡ് പോർഷനാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഈ പ്ലാസ്മയിലാണ് കാൽസ്യം കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാൽസ്യത്തിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആൻറ്റികോയാഗുലൻറ്റിൻ്റെ മേജർ ആൻറ്റികോയാഗുലൻസും ചെയ്യുന്നത്. ദെൻ വിച്ച് ഈസ് വൺ ഫാക്ടർ റിക്വയേഴ്സ് ഇൻ ദ കൊയാഗുലേഷൻ പ്രോസസ്സ്. ഈ കാൽസ്യം എന്ന് പറയുന്നത് കൊയാഗുലേഷൻ പ്രോസസ്സിൽ മെയിൻ റോൾ വഹിക്കുന്ന ഒരാളാണ്. ഓക്കെ, ദെൻ മോസ്റ്റ് ഓഫ് ദ പ്രോട്ടീൻ ആൻറ്റികോയാഗുലൻറ്റ് കമ്പൈൻഡ് വിത്ത് ദ ബ്ലഡ് ഇറ്റ് പ്രൊവൈഡിങ് ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോസസ്സ്. പ്രോട്ടീൻ ആൻറ്റികോയാഗുലൻ്റ് ബ്ലഡിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇത് ക്ലോട്ടിംഗ് പ്രോസസ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. Then the correct use of anticoagulant important in the test to be accurate, reliable in blood transfusion work. ആൻറ്റികോയാഗുലൻസിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ട്രാൻസ്ഫ്യൂഷൻ വർക്കൊക്കെ ചെയ്യുന്ന സമയത്താണ്. അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഒരാൾക്ക് പെട്ടെന്ന് ബ്ലഡ് ഒരുപാട് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ബാഗിലേക്ക് നമ്മൾ ഡോണറുടെ ബ്ലഡ് കളക്ട് ചെയ്ത് റെസിപ്പിയൻറ്റിന് കൊടുക്കുന്നു. ഈ ഡോണറുടെ ബ്ലഡ് കളക്ട് ചെയ്ത് നമുക്ക് ട്യൂബുകളിലേക്കല്ല ആക്കുന്നത്, അതൊരു ബാഗിലേക്കാണ് കളക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ ബാഗിനകത്ത് അതിന് സക്സസീവായ ആൻറ്റികോയാഗുലൻസ് ഉള്ളത് കാരണമാണ് അതത്രയും കാലം നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫ്യൂഷൻ വർക്കൊക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ആൻറ്റികോയാഗുലൻസിൻ്റെ റോള്
നെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ ഇ ഡി ടി എ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇ ഡി ടി എൻ്റെ ഫുൾ ഫോമാണ് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ളത്. എത്തിലിൻ ഡയമൈൻ ടെട്രാ അസറ്റിക് ആസിഡ്. എത്തിലിൻ ഡയമൈൻ ടെട്രാ അസറ്റിക് ആസിഡ് എന്നാണ് ഇ ഡി ടി എയുടെ ഫുൾ ഫോമായിട്ട് വരുന്നത്. ദെൻ ഫസ്റ്റ് പോയിൻ്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് മോസ്റ്റ്ലി ഫോർ ഹെമറ്റോളജിക്കൽ സ്റ്റഡി ഓർ ഓൾസോ കാൾഡ് sequestrine or versine, used for cell count, HB, PCV, detection of hemoparasites, ESR, platelet count, blood group, etc. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഹെമറ്റോളജിക്കൽ സ്റ്റഡിക്ക് വേണ്ടി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൻറ്റികോയാഗുലൻ്റ് ആണ് ഇ ഡി ടി എ. ഇതിൻ്റെ വേറൊരു പേരാണ് സെക്യൂട്രൈൻ അല്ലെങ്കിൽ വേഴ്സൈൻ എന്ന്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇ ഡി ടി എ വെച്ച് ചെയ്യാവുന്ന ടെസ്റ്റുകളാണ് പിന്നീട് പറയുന്നത്. സെൽ കൗണ്ട്, ടോട്ടൽ കൗണ്ടുകൾ, നമ്മൾ ടോട്ടൽ WBC, RBC, പ്ലേറ്റ്ലെറ്റ് കൗണ്ടുകളൊക്കെ ചെയ്യാം. പിന്നെ ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ ചെയ്യാം, പാക്ഡ് സെൽ വോളിയം ചെയ്യാം, ഡിറ്റക്ഷൻ ഓഫ് ഹീമോപാരസൈറ്റ്സ് ചെയ്യാം. ദെൻ പിന്നീട് വരുന്നതാണ് ESR. ESRൻ്റെ ഒരു സ്പെഷ്യൽ ആൻറ്റികോയാഗുലൻ്റ് ഉണ്ടെങ്കിലും അതില്ലാത്ത ഒരു ഓൾ ബ്ലഡാണ് എടുക്കുന്നതെങ്കിൽ ഇ ഡി ടി എ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ദെൻ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിലും കൂടുതൽ ചെയ്യാം. ഹെമറ്റോളജിക്കൽ ടെസ്റ്റുകളൊക്കെ, മെയിനായിട്ടുള്ള ഹെമറ്റോളജിക്കൽ ടെസ്റ്റുകളൊക്കെ ഒരുവിധം ചെയ്യാനായിട്ട് ഇ ഡി ടി എ ആൻറ്റികോയാഗുലൻ്റ് ഉണ്ടെങ്കിൽ കഴിയും. ഓക്കെ, ദെൻ ദിസ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ആൻറ്റികോയാഗുലൻ്റ് ഇൻ ഹെമറ്റോളജി. ഇറ്റ് ഹെൽപ്പ് ടു keep the morphology of cells in peripheral blood smear. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ഈ ആൻറ്റികോയാഗുലൻ്റ് ഇ ഡി ടി എന്ന് പറയുന്ന ആൻറ്റികോയാഗുലൻ്റ് ഹെമറ്റോളജിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആൻറ്റികോയാഗുലൻ്റ് ആണ്. ഇത് ഹെൽപ്പ് ചെയ്യുന്നു നമ്മുടെ പെരിഫറൽ ബ്ലഡ് സ്മിയറിൽ. അതായത് നമ്മൾ സ്മിയർ പ്രിപ്പറേഷൻ ചെയ്തു, സ്മിയർ സ്റ്റെയിനിങ് ചെയ്തു, ഡിഫറൻഷ്യൽ ലൂക്കോസൈറ്റ് കൗണ്ട് ചെയ്തു. ഈ ഡിഫറൻഷ്യൽ ലൂക്കോസൈറ്റ് കൗണ്ടിനെയാണ് പെരിഫറൽ ബ്ലഡ് സ്മിയർ എന്ന് പറയുന്നത്. ഈ പെരിഫറൽ ബ്ലഡ് സ്മിയർ ചെയ്യുമ്പോൾ സെൽസിൻ്റെ മോർഫോളജിയൊക്കെ കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നത് അതിന് പ്രോപ്പറായിട്ടുള്ള ആൻറ്റികോയാഗുലൻ്റ് കിട്ടുന്നത് കാരണമാണ്. അപ്പോൾ ഈ പ്രോപ്പറായിട്ടുള്ള ആൻറ്റികോയാഗുലൻ്റ് ആയിട്ട് നമ്മുടെ ഇ ഡി ടി എ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഡബിൾ ഓക്സലേറ്റിൻ്റെ അതർ നെയിമാണ് ഫ്ലൂറൈഡ്. ഇറ്റ് ഈസ് കമ്പൈൻഡ് വിത്ത് അമോണിയം ഓക്സലൈറ്റ് ആൻഡ് പൊട്ടാസ്യം ഓക്സലൈറ്റ്. ഈ ഡബിൾ ഓക്സലേറ്റ് എന്ന് പറയുന്നത് ഈ പൊട്ടാസ്യം ഓക്സലേറ്റിൻ്റെയും അമോണിയം ഓക്സലേറ്റിൻ്റെയും കമ്പൈൻഡ് ഫോമാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ ഉണ്ടാകുന്ന ഫോമിനെയാണ് ഡബിൾ ഓക്സലേറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് റെക്കമെൻഡഡ് ഫോർ ബ്ലഡ് ഗ്ലൂക്കോസ് ഡിറ്റർമിനേഷൻ ഓർ എസ്റ്റിമേഷൻ. ഇത് ആവശ്യമായിട്ട് വരുന്നത് ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ്. ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ ഡിറ്റർമിനേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ ഡബിൾ ഓക്സലേറ്റിനെ ആശ്രയിക്കുന്നത്. ഓക്കെ, ദെൻ ഫ്ലൂറൈഡ് ഈസ് ആൻ ഇൻഹിബിറ്റർ ഓഫ് ഗ്ലൈക്കോളിറ്റിക് എൻസൈംസ് ആൻഡ് ഇറ്റ് പ്രിവെൻറ്റ് ദ ലോസ് ഓഫ് ഗ്ലൂക്കോസ്. ഫ്ലൂറൈഡ് ഒരു ഇൻഹിബിറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. ഗ്ലൈക്കോളിറ്റിക് എൻസൈംസിൻ്റെ ഒരു ഇൻഹിബിറ്ററായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഗ്ലൂക്കോസിൻ്റെ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഗ്ലൂക്കോസിൻ്റെ ലോസ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഫ്ലൂറൈഡ് ഇൻഹിബിറ്ററായിട്ട് നിന്ന് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഫ്ലൂറൈഡ് ഓക്സലേറ്റ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ഫോർ റൂട്ടീൻ ഹെമറ്റോളജിക്കൽ വർക്ക്. അതുമാത്രമല്ല, നമ്മുടെ ഇ ഡി ടി ചെയ്യുന്ന വർക്കുകളൊന്നും ഈ ഫ്ലൂറൈഡ് വെച്ച് ചെയ്യാൻ കഴിയില്ല. ഫ്ലൂറൈഡ് വെച്ച് ബാക്കി ഹെമറ്റോളജിക്കൽ റൂട്ടീൻ വർക്കുകളൊന്നും ചെയ്യാൻ സാധിക്കില്ല. ആകെ ഗ്ലൂക്കോസിൻ്റെ എസ്റ്റിമേഷൻ മാത്രമാണ്, ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ എസ്റ്റിമേഷൻ മാത്രമാണ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, ദെൻ ട്രൈസോഡിയം സിട്രേറ്റ്. It is the anticoagulant used in the Westergren's method for ESR and for the blood coagulation studies. ട്രൈസോഡിയം സിട്രേറ്റ് 3.8% വെച്ചിട്ടാണ് നമ്മൾ ESR എസ്റ്റിമേഷൻ ചെയ്യുന്നത്. ESR എസ്റ്റിമേഷൻ കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ബ്ലഡ് കൊയാഗുലേഷൻ സ്റ്റഡി തന്നെയാണ്. ഇതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ESR ചെയ്യാൻ വേണ്ടി അതിൻ്റെ സ്റ്റേജ് ഓഫ് അഗ്രിഗേഷനും സ്റ്റേജ് ഓഫ് പാക്കിങ്ങും സ്റ്റേജ് ഓഫ് സെഡിമെൻറ്റേഷനും ഒക്കെ
കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ആർ ബി സിയുടെ കറക്റ്റ് ഷേപ്പൊക്കെ നിലനിർത്താനായിട്ട് ട്രൈസോഡിയം സിട്രേറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മൾ കൊയാഗുലേഷൻ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പ്രോത്രോംബിൻ ടൈം ചെയ്തു, അതൊരു കൊയാഗുലേഷൻ സ്റ്റഡിയാണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതും ട്രൈസോഡിയം സിട്രേറ്റ് സൊല്യൂഷൻ തന്നെയാണ്. ദെൻ ഇറ്റ് ആൾസോ യൂസ്ഡ് ഇൻ ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വർക്ക്. ഇത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വർക്കിന് കൂടെ ഹെൽപ്ഫുള്ളാണ്. ദെൻ ദ ഡയലൂഷൻ ഓഫ് ദിസ് ആൻറ്റി കൊയാഗുലൻ്റ് ആൻഡ് ഡിഫറെൻറ്റ് ഫോർ ഈച്ച് വർക്ക്. അതായത് PSRന് എടുക്കുന്ന റേഷ്യോയിലല്ല ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വർക്കിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ അല്ല പ്രോത്രോംബിൻ ടൈമിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓരോന്നിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺസെൻട്രേഷനാണ്. ഓക്കെ. ദെൻ ഫോർത്ത് വൺ CPDA, citrate phosphate dextrose adenine. This is the anticoagulant used in the blood collection bag for blood bank purpose. ബ്ലഡ് ബാങ്ക് പർപ്പസിന് വേണ്ടി ബ്ലഡ് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു ബാഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബാഗിനകത്ത് നിറയ്ക്കുന്ന ആൻറ്റികൊയാഗുലൻ്റ് എന്ന് പറയുന്നത് ഈ CPDA സൊല്യൂഷനാണ്. ഒരുപാട് ബ്ലഡിനെ ഒരുപാട് സമയം കീപ്പ് ചെയ്യാനായിട്ട് ഈ CPDA സൊല്യൂഷന് കഴിയുന്നു. Then most of the bag contains 63 ml of CPDA is sufficient for ensure the viability of blood cells in 450 ml of blood for 25 to 35 days stored at 2 to 8 degrees Celsius. ബ്ലഡ് ബാഗുകൾക്ക് 450 ml കപ്പാസിറ്റി ഉണ്ടായിരിക്കും ഓൾ ബ്ലഡിനായിട്ട്. ഇതിൽ 63 ml CPDA ഉണ്ടായിരിക്കും. 63 ml CPDA വെച്ചിട്ട് നമുക്ക് 450 ml ഓഫ് ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാതെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ 450 ml ഓഫ് ബ്ലഡിൽ 63 ml CPDA സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ബ്ലഡ് 25 to 35 ഡേ നമുക്ക് റെഫ്രിജറേഷൻ ടെമ്പറേച്ചറിൽ 2 to 8 ഡിഗ്രി സെൽഷ്യസിൽ ബ്ലഡ് ബാങ്കിൽ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് കഴിയും. ഇതാണ് ബ്ലഡ് ബാങ്കിൽ CPDAൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. Okay, thank you.